അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 162. എന്താ ഉറങ്ങുന്നില്ലേ? ഉറക്കം വരുന്നു എന്ന് പറഞ്ഞിട്ട് അഗ്നി അവളെ നോക്കാതെ ചോദിച്ചുകൊണ്ട് നേരെ ബെഡിന്റെ അടുത്തേക്ക് നടന്നു. ജ്വാല അവന്റെ കയ്യിൽ കയറിപ്പിടിച്ചു. അഗ്നി അവളെ നോക്കി. ഫോൺ എവിടെ? അവള് ചോദിച്ചു. ഫോണുതോ അവിടെ, ചാർജർ ഇട്ടേക്കാ. എന്തിനാ കുഞ്ഞന്റെ ഫോൺ? അഗ്നി ചോദിച്ചു. ദേ വേണ്ട കേട്ടോ, ഞാനൊരു പൊട്ടിയെന്ന് കരുതരുത് ദേവേട്ടൻ, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. അവള് ദേഷ്യത്തോടെ പറഞ്ഞു. അയ്യോ, അതിനെന്റെ കുഞ്ഞ് പൊട്ടിയെന്ന് ആര് പറഞ്ഞു? ഈ തലയ്ക്കകത്ത് മൊത്തം ബുദ്ധിയല്ലേ, പിന്നെന്റെ പൂച്ചക്കുട്ടി ഇപ്പോ പുലിക്കുട്ടിയല്ലേ. അവൻ അവളുടെ താടിയിൽ പിടിച്ചു കൊഞ്ചിച്ചു. ജ്വാല കൈ തട്ടിയെറിഞ്ഞു. വേണ്ട, കൂടുതൽ കൊഞ്ചിക്കലൊന്നും വേണ്ട. സുരഭേച്ചിയുടെ സൗബിയുടെ ഫോൺ എവിടെ? അവള് ഗൗരവത്തെ ചോദിച്ചു. ആ റൂമിലുണ്ട്. അവൻ വർക്കിംഗ് റൂമിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. ഒപ്പം ആ കവിൾ വീർക്ക കൂടി ചെയ്തു. ആ മുഖത്തേക്ക് നോക്കുന്തോറും ജ്വാലയ്ക്ക് ചിരി വരുന്നുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. എന്തിനാ അവരുടെ ഫോൺ ദേവേട്ടന്? അവള് പുരുകമുയർത്തി. ഒന്നുമില്ല, വെറുതെ. അവൻ പറഞ്ഞ ഉത്തരം അവൾക്കത്ര തൃപ്തിയായി തോന്നിയില്ല. എങ്കിലും അവള് മൂളി. അപ്പൊ ദേവേട്ടനാ ഫോണ് മോഷ്ടിച്ചല്ലേ? എന്നിട്ട് എന്തായിരുന്നു അഭിനയം ചേച്ചിയുടെ മുന്നില്? അവൾ അവനെ തുറച്ചു നോക്കി. ഞാനല്ല, മീനും പൊന്നും എടുത്തേ. അഗ്നി പെട്ടെന്ന് പറഞ്ഞു. ഏ, അവരോ? പിന്നെങ്ങനെ ഇത് ദേവേട്ടന്റെ കയ്യിൽ വന്നു? അവൾക്കൊന്നും മനസ്സിലായില്ല. അത് അത് പിന്നെ അവരാ മോഷ്ടിച്ച്. അല്ല, മോഷ്ടിച്ചില്ല, ജസ്റ്റ് ഒന്ന് എടുത്തു. ഇത് നമ്മുടെ വീടല്ലേ, അപ്പോ ഇവിടെയുള്ള സാധനങ്ങളെല്ലാം നമ്മുടെതല്ലേ, അപ്പൊ ജസ്റ്റ് എടുത്തു. അവന്റെ കണ്ടുപിടുത്തം. ജ്വാല അവനെ കണ്ണു ചുരുക്കി നോക്കി. എന്നിട്ട് ബാക്കി പറ, ജസ്റ്റ് എടുത്തിട്ട്? അവള് ചോദിച്ചു. അത് കുഞ്ഞാ, അത് ഞാൻ പറഞ്ഞിട്ട് എടുത്തിട്ട് എന്റെ കൈ കൊണ്ടു തന്നു. ഞാനത് ഭദ്രമായിട്ട് എടുത്തു വെച്ചു. ഈ അവൻ ഇളിയോടെ പറഞ്ഞു. ജ്വാലയ്ക്ക് ഇപ്പോഴാണ് കാര്യങ്ങൾ വ്യക്തമായത്. ദുഷ്ട, അപ്പന്റെ പൊന്നൂനെ മീനുനെ നിങ്ങൾ മോഷ്ടിക്കാൻ പഠിപ്പിച്ചൂലേ? ജ്വാല അവന്റെ കയ്യിൽ അമർത്തിപ്പിച്ചി. ഞാൻ പഠിപ്പിച്ചൊന്നുമല്ല, എടുത്തു തരാൻ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഐഡിയ ഒക്കെ അവരുടേതായിരുന്നു. ദേ പോയി ദാ വന്നു എന്ന് പറഞ്ഞ പോലെയാ ഫോൺ എന്റെ കയ്യിലെത്തിയേ. എന്റെ ബലമായിട്ടുള്ള സംശയം ഇവളുമാര് മുന്നേ മോഷണത്തിൽ എക്സ്പേർട്ട് ആണെന്നാ. അല്ലാതെ ഇത്ര പെട്ടെന്ന് എങ്ങനെയാ? അവൻ അപ്പോഴും അതാണ് ആലോചിക്കുന്നത്. ജ്വാല കാലിൽ കുത്തിയുയർന്ന് അവന്റെ ചെവിയിൽ അമർത്തിപ്പിടിച്ചു. ആ വിടടി, വിടു പെണ്ണെ. അഗ്നി അവളെ പിടിച്ചു മാറ്റാൻ നോക്കി. എവിടെ? പെണ്ണിന്റെ കൈ കൂടുതൽ ചെവിയിൽ മുറുകുകയാണ് ചെയ്തത്. ഇനി ചെയ്യോ അങ്ങനെ? ചെയ്യോന്ന്? അവള് ദേഷ്യത്തോടെ ചോദിച്ചു. ആ ഇല്ലടി, ചെയ്യില്ല, വിട്. അഗ്നി ദയനീയമായി പറഞ്ഞു. ജ്വാല മൂളിക്കൊണ്ട് അവന്റെ ചെവിന്ന് പിടിവിട്ടു. എന്റെ ചെവി അവിടെ തന്നെ ഉണ്ടോന്നൊന്ന് നോക്കിയടി. എന്റെ അമ്മ, എന്തൊരു പിടുത്താടി യക്ഷി നീ എന്നെ പിടിച്ചേ. അവളോട് മുഖം വീർപ്പിച്ച് പറഞ്ഞുകൊണ്ട് അവൻ ബെഡിൽ പോയിരുന്നു. എന്തൊക്കെയോ പിറുപിറുത്തുകൊണ്ട് അപ്പോഴും ചെവി തിരുമുന്നുണ്ട് അഗ്നി. ജ്വാല അവന്റെ അടുത്തേക്ക് വന്നു. നാളെ ഫോൺ ചേച്ചിക്ക് തിരികെ കൊടുക്കണം, അവള് പറഞ്ഞു. അവളിവിടെ നിന്ന് പോകുന്ന അന്ന് കൊടുക്ക, അതുവരെ അവളോട് പറയണ്ട, അഗ്നി പറഞ്ഞു. ജ്വാല അവനെ സംശയദൃഷ്ടിയാലെ നോക്കി. ഈയിടെയായിട്ട് നിനക്ക് എന്നോട് ഒട്ടും സ്നേഹമല്ല കേട്ടോ. എന്തെങ്കിലും പറഞ്ഞ അപ്പൊ ദേഷ്യം കാണിക്കും, പിന്നെ എന്നെ എങ്ങനെ നോവിക്കും. അവൻ അപ്പോഴും അവന്റെ ചെവി തിരുമ്മിക്കൊണ്ടാണത് പറഞ്ഞത്. ദേവേട്ടൻ കുറുമ്പ് കാണിക്കുന്നുണ്ടല്ലേ? അവള് ചിരിയോടെ ചോദിച്ചുകൊണ്ട് അവനടുത്തേക്ക് ഇരുന്നു. ഞാനെന്ത് കാണിച്ചു? അങ്ങനെയാണെങ്കിൽ നീ എന്തൊക്കെ കാണിക്കാറുണ്ട്? എന്നിട്ട് ഞാൻ നിന്നിങ്ങനെ നോവിക്കാറുണ്ടോ? അവന്റെ ചുണ്ടു കൂർത്തു. അവളില്ലാന്ന് ചുമല് കൂച്ചിക്കൊണ്ട് ചെവിന്ന് അവന്റെ കൈയെടുത്ത് മാറ്റി അവിടെ തിരുമ്മിക്കൊടുക്കാൻ തുടങ്ങി. അഗ്നിയെ കൈ തട്ടി മാറ്റി. വേണ്ട, ഞാൻ ചെയ്തോളാം. അവൻ മുഖം തിരിച്ചിരുന്നു. ഇത്തവണ ജ്വാല ചിരിച്ചുപോയി. അയ്യേ, ഈ ദേവേട്ടൻ എന്താ കൊച്ചു പിള്ളേരെ പോലെ ഇങ്ങോട്ട് കാണിക്കുന്നേ? ഞാൻ നോക്കട്ടെ. വേണ്ട, അഗ്നി തീർത്തും പറഞ്ഞുകൊണ്ട് അവളെ നോക്കി പുച്ഛിച്ചു. അഭിനയിക്കണ്ട കേട്ടോ, എനിക്കറിയാം ഞാൻ പിച്ചീത് അത്ര വേദനിച്ചിട്ടൊന്നുമില്ലാന്ന്. കുറുമ്പോട് അവള് പറഞ്ഞതും അവൻ കള്ളച്ചിരിയോട് അവളെ മുഖം ചെരിച്ചു നോക്കി. ആര് പറഞ്ഞു? എനിക്ക് നല്ലോണം വേദനിച്ചു. അഗ്നി പറഞ്ഞു. സാരല്ല കേട്ടോ, എന്റെ ദേവേട്ടനല്ലേ. അവള് കൊഞ്ചിച്ചു. അവൻ ചിരിച്ചുപോയി. എങ്കിലും മുഖം കുട്ട കണക്കി വീർപ്പിച്ചും വെച്ചു. അങ്ങനെ പറഞ്ഞതുകൊണ്ടൊന്നും വേദന പോവില്ല, കുറച്ച് വേദനയൊക്കെ ഉണ്ട്. ഒരു ഉമ്മ കിട്ടിയ ചിലപ്പോ മാറിയേനെ. അവളെ പാളി നോക്കി ഒടുക്കത്തെ നിഷ്കളങ്കത അഗ്നിക്ക്. ജ്വാല അമ്പട എന്ന പോലെ അവനെ നോക്കി കണ്ണു ചുരുക്കുമ്പോ എന്റെ ചെവിയെന്ന് പറഞ്ഞ് അഗ്നി അവിടെ തടവിയിരുന്നു. ജ്വാല പെട്ടെന്ന് മുട്ടിൽ നിന്ന് ചെവിയിൽ നിന്ന് അവന്റെ കൈത്തട്ടി മാറ്റി അവിടെ അവളുടെ ചുണ്ടൊന്നമർത്തി. അഗ്നിക്ക് ദേഹം മൊത്തം ഒന്ന് കോരിത്തരിച്ചതുപോലെ. വേദന പോയോ? അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി. അഗ്നി അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് ഇല്ലാന്ന് തലയാട്ടി. ഓ, എനിക്ക് തോന്നി ഈ വേദന അങ്ങനെയൊന്നും പോവൂലാന്ന്. ഇനി എവിടെയാണ് ആ ഉമ്മ വേണ്ടേ? ജ്വാല അവന്റെ കവിളിൽ കൈവച്ചു. ഇവിടെ, എന്നാ ചിലപ്പോ മാറുമായിരിക്കും. അഗ്നി അവന്റെ ചുണ്ടി തൊട്ടു. ജ്വാല ചിരിച്ചുപോയി. അടുത്ത നിമിഷം അവന്റെ ചുണ്ടിലേക്ക് ചുണ്ടുമുട്ടിച്ചുകൊണ്ടവൾ അവന്റെ ദേഹത്തേക്ക് ചാഞ്ഞതും അഗ്നി ബെഡിലേക്ക് മലർന്നു കിടന്നു. അവന്റെ ദേഹത്തായി അവളും, പരസ്പരം പകരുന്ന ചുംബനവും. രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ ജ്വാലയുടെയും പൊന്നൂന്റെയും മീനുവിന്റെയും ശ്രദ്ധ മുഴുവൻ സുരഭിയിലായിരുന്നു. അവൾ ഇപ്പോഴും അവളുടെ ഫോൺ അന്വേഷിച്ച് നടക്കുകയാണ്. ഹാളിൽ മൊത്തത്തിൽ അരിച്ചു പെറുക്കുന്നുണ്ട്.
ഇടയ്ക്കിടയ്ക്ക് പൊന്നൂനെയും മീനുവിനെയും കൂർപ്പിച്ച് നോക്കുകയും ചെയ്യുന്നുണ്ട്. അവര് പക്ഷേ അതൊന്നും കാണുന്നേയില്ല എന്ന പോലെ അവള് നോക്കുന്ന കാണുമ്പോഴേക്കും അവളിന്ന് മുഖം തിരിക്കും. ജ്വാലേട്ടത്തി, ഇവളിത് എന്താണാവോ തെരയുന്നേ? മീനു ഒന്നും അറിയാത്തതുപോലെ ജ്വാലയോട് ചോദിച്ചു. നിനക്കറിഞ്ഞൂടെ? ജ്വാല മറുചോദ്യം ചോദിച്ചു. എനിക്കോ? ഏയ്, എനിക്കെങ്ങനെ? അവള് കൈമലർത്തി. അതാ ജ്വാല, ഇവൾക്കെങ്ങനെ അറിയാനാ? പൊന്നു അവളുടെ സപ്പോർട്ടിനെത്തി. ഓ, അങ്ങനെയാണോ? അപ്പോ നിനക്കറിയാവോ? ജ്വാല അവളെ സൂക്ഷിച്ചു നോക്കി. പൊന്നുവിൽ പതർച്ച. എനിക്കോ? ഏയ്, എനിക്കെങ്ങനെ? എനിക്കും അറിഞ്ഞൂടാ. അവള് പറഞ്ഞൊപ്പിച്ചു. ദേ, കൂടുതൽ ഓവർ ആവണ്ടാട്ടോ രണ്ടും. എന്നോട് ദേവേട്ടൻ എല്ലാം പറഞ്ഞു. രണ്ടും കൂടി രാത്രി ഫോൺ മോഷണായിരുന്നൂലേ പണി? ജ്വാല ചോദിച്ചതും പൊന്നു മീനു അവളെ മിഴിച്ചു നോക്കി. ഈ പിന്നെ ഇളിച്ചു കൊടുത്തു. ഏയ്, ഇത് അഗ്നേട്ടൻ പറഞ്ഞതുകൊണ്ട് മാത്രാ. അല്ലെങ്കിൽ ഈ വക പരിപാടിക്കൊന്നും ഞങ്ങളെ കിട്ടില്ല, അല്ലേ മീനു? പൊന്നു ഇളിയോടെ പറഞ്ഞു. അതേ ഏട്ടത്തി, ഇത് അഗ്നേട്ടന് വേണ്ടി മാത്രാ. അഗ്നേട്ടൻ ഇങ്ങോട്ട് വന്നിട്ട് ഒരു ഹെൽപ്പ് ചോദിക്കുമ്പോ ഞങ്ങൾ എങ്ങനെ നോ പറയും? അതും ആ രണ്ടെണ്ണത്തിന് വേണ്ടി ആവുമ്പോ. എന്നാലും എന്താണാവോ അഗ്നേട്ടന്റെ മനസ്സില്? മീനു ആലോചനയോടെ പറഞ്ഞു. അതേ ചിന്ത തന്നെയായിരുന്നു ജ്വാലയിലും ആ സമയം. ജ്വാല, സുരഭി റൂമിൽ നിന്ന് പെട്ടെന്ന് പുറത്തേക്ക് പാഞ്ഞു വന്നുകൊണ്ട് അവളെ വിളിച്ചു. എന്തേ? അത് നിന്റെ ഫോണും തന്നെ. എനിക്ക് വീട്ടിലേക്കൊന്ന് വിളിക്കണമായിരുന്നു. സുരഭി പറഞ്ഞു. നിന്റെ ഫോണ് ഞാൻ അങ്ങനെ ആർക്കും കൊടുക്കാറില്ല ചേച്ചി. അത് ദേവേട്ടന് ഇഷ്ടമല്ല. അവിടെ ലാൻഡ് ഫോൺ ഉണ്ട്, അതിന്ന് വിളിച്ചോളൂ. ജ്വാല പറഞ്ഞു. അത് കംപ്ലൈന്റാ, വയറൊക്കെ കട്ടായി കിടപ്പാ. സുരഭി ദേഷ്യത്തോടെ പറഞ്ഞു. ജ്വാല അവളെ അമ്പരപ്പോടെ നോക്കി. വയറ് കട്ടായി കിടക്കുന്നൂന്നോ? ഏയ്, ചേച്ചിക്ക് തോന്നിയതാവും. അത് നല്ല ഫോണാ. എന്റെ കണ്ണിന് കുഴപ്പമൊന്നുമില്ല, അത് വർക്കാവുന്നില്ല. നിന്റെ ഫോണെന്താ? അവള് വീണ്ടും പറഞ്ഞു. അവള് ഫോണ് തരില്ല എന്ന് സുരഭീച്ചോട് തന്നെയല്ലേ പറഞ്ഞേ? പൊന്നെ ഈർഷ്യയോടെ ചോദിച്ചു. ദേ, എന്റെ പ്രാന്ത് ഇളക്കരുത് നീയൊക്കെ കൂടി. എനിക്കറിയാം നിങ്ങളുടെയൊക്കെ പണി തന്നെയാ എന്റെ ഫോണ് മോഷ്ടിക്കല്. കണ്ടുപിടിക്കുന്നുണ്ട് ഞാൻ. ഇപ്പൊ എനിക്ക് ഒരു ഫോൺ കിട്ടിയേ പറ്റൂ. അവള് വാശിയോടെ പറഞ്ഞു. എന്താ ഇവിടെ ബഹളം? താഴേക്ക് ഇറങ്ങി വരികയായിരുന്ന അപ്പു ചോദിച്ചു. സുരഭി അവനെ ഒന്ന് നോക്കി. അപ്പു അവളിന്ന് മുഖം തിരിച്ചു കളഞ്ഞു. ആ മുഖത്തേക്ക് നോക്കിയാ പൊട്ടിച്ചു പോവും അവൾക്കിട്ട് ഞാൻ. ഏട്ടൻ പറഞ്ഞിട്ടുണ്ട് തൽക്കാലം ഒന്നും ചെയ്യരുതെന്ന്. അതുകൊണ്ട് മാത്രാ ഞാൻ അടങ്ങി നിൽക്കുന്നെ. അല്ലെങ്കിൽ ഞങ്ങളുടെ ജ്വാലയെ കൊല്ലാൻ നോക്കിയവളെ എന്നെ തീർത്തേനെ ഞാൻ. അവൻ അവളെ കലിയോടെ ഒന്ന് നോക്കി ജ്വാലയുടെ അടുത്തേക്ക് വന്നു. എടി ഏട്ടത്തി, എന്താ പ്രശ്നം? ചേച്ചിയുടെ ഫോൺ കാണാനില്ലാന്ന്. അത് പൊന്നുമീനും എടുത്തു എന്നൊക്കെയാ ചേച്ചി പറയുന്നേ. ജ്വാല സുരഭിയെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു. എനിക്ക് ഉറപ്പാ ഇവര് തന്നെയാ. സുരഭി വീറോടെ പറഞ്ഞു. ആണെങ്കി കണക്കായിപ്പോയി. ദേവണ്ണെ, നിന്റെ നാക്ക് ഇവിടെ ഉയരണ്ടാട്ടോ. അതിനു പറ്റിയ ഇടല്ല ഇത്. അപ്പു ശബ്ദമുയർത്തി. നീ അത് ഇവളുമാരോട് എന്റെ ഫോൺ തരാൻ പറയടാ. സുരഭി പല്ലിരുമ്മി. സൗകര്യമില്ല, നീ പോയി കേസ് കൊടുക്കടി. ചൈതന്യ, മീനു, നിങ്ങളുടെ കയ്യിൽ ഇവളുടെ ഫോൺ ഉണ്ടെങ്കിലും കൊടുക്കണ്ട. അല്ല പിന്നെ ഇങ്ങനെയുണ്ടോ പെൺപിള്ളേര്? അപ്പുവിന് ദേഷ്യം വന്നു തുടങ്ങിയിരുന്നു. ദേ, സുരഭി അവന് നേരെ വിരല് ചൂണ്ടി. എന്താടാ ഇവിടെ? ആ സമയം തന്നെ അഗ്നി താഴേക്ക് ഇറങ്ങി വന്നു. എല്ലാവരുടെയും നോട്ടം അവനിലേക്ക് പോയി. ഏട്ടാ, ഇവളോട് അടങ്ങി ഒതുങ്ങി ഇവിടെ നിന്നോളാൻ ഏട്ടൻ തന്നെ പറയുന്ന നല്ലത്. അല്ലെങ്കിൽ ഇവളെന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. അപ്പു മുരണ്ടു. അഗ്നിക്ക് ഒന്നും മനസ്സിലായില്ല. എന്തോന്നാ പിള്ളേരെ ഇവിടെ? എന്താ ബഹളം? കുറെ നേരമല്ലോ തുടങ്ങിയിട്ട്. കിച്ചണിലേക്ക് ഇവരുടെ ശബ്ദം കേട്ടതും ദേഷ്യത്തോടെ പുറത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ചിത്തിര ചോദിച്ചു. അവരുടെ കയ്യിൽ ഒരു ചട്ടുകോ ഉണ്ട്. ചിത്തുവിനെ കണ്ടതോടെ സുരഭി പെട്ടെന്ന് സൈലന്റായി. കൈകൾ അറിയാതെ കവിളിലെ മുറിവിൽ തൊട്ടു. വേദന കൊണ്ട് അവൾ എരിവ് വലിച്ചു. ചോദിച്ചു കേട്ടില്ലേ ഇവിടെ എന്താ ബഹളന്ന്? ഇവളാണോ പ്രശ്നം ഉണ്ടാക്കുന്നേ? ചിത്തു ചട്ടുകം അവൾക്ക് നേരെ നീട്ടി. അവളുടെ മുഖത്തെ പേടി കണ്ട് എല്ലാവർക്കും ചിരി വന്നു. അല്ല, ഞാനല്ല ആൻറ്റി. അത് എനിക്കൊരു ഫോൺ വേണമായിരുന്നു. എൻ്റെ ഫോണ് മിസ്സിങ്ങാ. വീട്ടിലേക്ക് വിളിക്കണമായിരുന്നു. ആരെങ്കിലും ഒരു ഫോണ് തന്നാ. അവൾ നല്ല കുട്ടിയായി പറയുന്നുണ്ട്. അവളുടെ പെട്ടെന്നുള്ള മാറ്റം കണ്ട് പൊന്നുവിൻ്റെയും മീനുവിൻ്റെയും വാ പൊളിഞ്ഞു. നിന്റെ ഫോൺ എവിടെ പോയി? ചിത്തു അവളെ കൂർപ്പിച്ചു നോക്കി. അറിയില്ല. അഗ്നിയുടെ ഫോണും തരുമോ? ചിത്തുവിനുള്ള മറുപടി കൊടുത്തുകൊണ്ട് അവൾ അഗ്നിയോട് ചോദിച്ചു. സ്വന്തം ഫോണ് സൂക്ഷിക്കേണ്ട നിന്റെ കടമയായിരുന്നു സുരഭി. അത് ചെയ്യാതെ എൻ്റെ ഫോണ് ചോദിച്ച എങ്ങനെയാ? അത് തരാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അഗ്നി പ്ലീസ്, സുരഭി കെഞ്ചി. നിനക്കിപ്പോൾ ഇത്രയും കാര്യമായിട്ട് ആരെ വിളിക്കാനാ? നീ ഇപ്പൊ ഇവിടെയല്ലേ. തൽക്കാലം ആരെയും വിളിക്കണ്ട. ഇനി ഫോണ് അത് ഇതെന്ന് പറഞ്ഞ് ഇവിടെ ബഹളം വെച്ചാ. ഇന്നലെ കിട്ടിയതൊന്നും മറന്നിട്ടില്ലല്ലോ നീ? ചിത്തു ഗൗരവത്തോടെ ചോദിച്ചു. അവള് പേടിയോടെ ഇല്ലാന്ന് തലയാട്ടി. എന്നാ പോയി നിന്റെ അനിയത്തെ വിളിച്ചിട്ട് വാ. ഇവിടെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയമായി. മീനു, പോയി മാമനെ വിളിച്ചിട്ട് വാ. ഇതുവരെ ഒരുക്കം കഴിഞ്ഞില്ലേ ആവോ? സുരഭിയോട് കനപ്പിച്ച് അത്രയും പറഞ്ഞുകൊണ്ട് ചിത്തു മീനുവിനെ നോക്കി പറഞ്ഞു. സുരഭി ഒരു ആക്കിയ ചിരിയോടെ നോക്കി മീനു മോഹന്റെ റൂമിലേക്ക് നടന്നു. ചിത്തൂന് പിറകെ തന്നെ ജ്വാലയും പൊന്നു കിച്ചണിലേക്ക് പോയി. അപ്പു സുരഭി ഒന്നുകൂടി നോക്കി വാഷ് ബേസിന്റെ അടുത്തേക്ക് നീങ്ങി. ഇപ്പോ സുരഭിയും അഗ്നിയും മാത്രമേ ഉള്ളൂ ഹാളിൽ. അഗ്നി, സുരഭി വിളിച്ചു. അമ്മ പറഞ്ഞത് താനും കേട്ടതല്ലേ? അതുകൊണ്ട് അമ്മ പറയുന്നത് കേട്ട് അനുസരിച്ച് നിൽക്കുന്ന നല്ലത്. അല്ലെങ്കിൽ അമ്മയ്ക്ക് ദേഷ്യം വരും.
അവൾ എന്തെങ്കിലും പറയും മുന്നേ അഗ്നി തന്നെ അങ്ങോട്ട് പറഞ്ഞു. "ഉം." അവള് മൂളി. പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അവൾ അവനെ നോക്കി. "അഗ്നി, എനിക്ക് നിങ്ങളോടൊപ്പം സംസാരിക്കാനുണ്ടായിരുന്നു. തനിച്ച്. എപ്പോഴാ പറ്റുക? ജ്വാല അറിയണ്ട." അവൾ അവനടുത്തേക്ക് അല്പം നീങ്ങി നിന്നു. അഗ്നി അവളെ നോക്കിയൊന്ന് ചിരിച്ചു. ആ ചിരി കണ്ടതും അവളുടെ മുഖം വിടർന്നു. "ഞാനിന്ന് ഓഫീസിൽ നിന്ന് നേരത്തെ എത്തും സുരഭി. വന്ന ശേഷം നമുക്ക് സംസാരിക്കാം." "ശരി, പക്ഷെ നമ്മൾ രണ്ടാളും മാത്രം മതി. ജ്വാല അറിയണ്ട." അവളുടെ ശബ്ദത്തിൽ പെട്ടെന്ന് വശ്യത കലർന്നു. "അറിയില്ല." അവനും പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. അവളിൽ എന്തൊക്കെയോ പ്രതീക്ഷ നിറഞ്ഞു. അതേ സന്തോഷത്തോടെ അവൾ നേരെ റൂമിലേക്ക് പോയി. അവൾ പോകുന്നു നോക്കി നിന്ന് അഗ്നിയുടെ ചുണ്ടിലൊരു പുച്ഛച്ചിരി വിരിഞ്ഞു. പക്ഷേ വാഷ് ബേസിന്റെ അടുത്തേക്ക് ചലിച്ച അവന്റെ കാലുകൾ പെട്ടെന്ന് പിടിച്ചു കെട്ടിയതുപോലെ അങ്ങനെ തന്നെ നിന്നുപോയി. കിച്ചണിന്റെ ഡോറിന്റെ അടുത്ത് നിന്നും തന്നെ കലിയോടെ നോക്കുന്ന ജ്വാലയെ അവൻ ദയനീയമായി നോക്കി. ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചെങ്കിലും അത് ഇളിയായിപ്പോയി. ജ്വാല പെട്ടെന്ന് വെട്ടിത്തിരിഞ്ഞ് അകത്തേക്ക് പോയി. അഗ്നി തലയ്ക്ക് കൈകൊടുത്തുപോയി. "എന്റെ മഹാദേവ, ഞാൻ സുരഭിയോട് ചിരിച്ചത് കുഞ്ഞൻ കണ്ടോ?" അവൻ വല്ലായ്മയോട് ഓർത്തു. "അതെ, കണ്ടു. അത് തന്നെ അവളുടെ മുഖം അങ്ങനെ. ഇന്ന് പെണ്ണെന്നെ ശരിയാക്കും." അഗ്നിക്ക് പെണ്ണിന്റെ കടിയോർത്ത് കുറച്ച് പേടി തോന്നി. തുടരും.